വെൽക്കം ടു സാൻസ് കിച്ചൺ. ഇന്ന് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഡോണറ്റ്സ് ആണ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഡോണറ്റിന്റെ ടേസ്റ്റ് തന്നെ കിട്ടും. എന്നാൽ നമുക്ക് ഡോണറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ലൂക്ക് വാം മിൽക്കാണ്, പിന്നെ 1/4 കപ്പ് വാട്ടർ, 1/4 കപ്പ് പൗഡർ ഷുഗർ, പിന്നെ 2 ടീസ്പൂൺ ഈസ്റ്റ്. ഇനി ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കണം. ഇപ്പോൾ ഇതാണ്ട് ഈസ്റ്റൊക്കെ നന്നായിട്ട് ബബിൾസ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു എഗ്ഗ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ റൂം ടെമ്പറേച്ചറിലിരുന്ന ബട്ടറാണ്, അത് 1/4 കപ്പുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്. ഇനി ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ സോൾട്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന ഈസ്റ്റ് മിക്സ് ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ബൗളിൽ നിന്ന് മാറ്റി കൗണ്ടർ ടോപ്പിൻ്റെ പുറത്ത് കുറച്ച് മാവ് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് നീഡ് ചെയ്തെടുക്കണം. ഒരു 7 to 8 മിനിറ്റ്സ് എങ്കിലും ഇതേപോലെ നന്നായിട്ട് നീഡ് ചെയ്തെടുക്കണം. എന്നാലേ നമുക്ക് സോഫ്റ്റ് ഡോ കിട്ടത്തുള്ളൂ. ഇപ്പം നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ടക്ക് ചെയ്ത് അകത്തോട്ടാക്കി ഈ ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിൻ്റെ ടോപ്പിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇനി ഇത് ഒരു ക്ലിയർ റാപ്പ് വെച്ചിട്ട് കവർ ചെയ്യണം. അതിൻ്റെ പുറത്ത് ഒരു കിച്ചൺ ടവലും കൂടി ഇട്ട് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ ഒരു 2 to 3 hours വെക്കണം. നല്ല ചൂട് വെതറാണെങ്കിൽ നമുക്ക് 2 hours മതി. തണുത്ത കാലാവസ്ഥയാണെങ്കിൽ 3 hours ഒക്കെ എടുക്കും. ഇപ്പം 2 hours കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടില്ലേ, മാവ് നല്ല ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബബിൾസൊക്കെ മാറ്റി ഇതിന് നമുക്കിത് കൗണ്ടർ ടോപ്പിൻ്റെ പുറത്തോട്ട് വെക്കാം. ഇനി കുറച്ച് മാവ് മതി, അത് സ്പ്രെഡ് ചെയ്തിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കാം. എൻ്റെ കയ്യിൽ ഡോണറ്റ് കട്ടർ ഇല്ല, അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെച്ചാണ് കട്ട് ചെയ്യുന്നത്. ഡോണറ്റ് കട്ടർ ആണെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഷേപ്പിൽ വരും. ഇനി ചെറിയൊരു ക്യാപ്പ് എടുത്തിട്ടുണ്ട്, അത് സെൻറ്ററിലെ സർക്കിളിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ്ട് ഞാൻ ഇതെല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കിച്ചൺ ടവൽ വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് വെക്കണം. ഇതിപ്പം വീണ്ടും ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഞാൻ ആ വാക്സ് പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് ഓയിലോട്ട് ഇടാനായിട്ട് എളുപ്പമായിരിക്കും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ലൈറ്റ് ബ്രൗൺ ആവുന്നിടം വരെയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാണ്ട് ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു റാക്കിൻ്റെ ടോപ്പിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഗ്ലേസ് തയ്യാറാക്കാം. അതിന് ഞാനിവിടെ 1 കപ്പ് പൗഡർ ഷുഗർ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ മിൽക്ക്, പിന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ, അത് റൂം ടെമ്പറേച്ചറാണ്, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തത് ചോക്ലേറ്റ് ഗ്ലേസിന് വേണ്ടിയിട്ട് 1 കപ്പ് പൗഡർ ഷുഗർ ഞാൻ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ 3 ടേബിൾ സ്പൂൺ മിൽക്ക്, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇപ്പോൾ 2 ഗ്ലേസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഡോണറ്റും ഇതിനകത്തോട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ടത് റാക്കിൻ്റെ ടോപ്പിലോട്ട് വെക്കണം. ഇതാണ്ട് ഞാൻ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ഗ്ലേസിൻ്റെ ടോപ്പിൽ ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസ് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡോണറ്റ്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ സോഫ്റ്റാണ്. ഞാൻ ഇതൊന്ന് ഒരെണ്ണം കാണിച്ചു തരാം.
കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.